വാക്കൊന്നും കേട്ടില്ലേ? അവിടെയൊക്കെ ഭയങ്കര കഷ്ടപ്പാടൊന്നും നിൽക്കാനും പറ്റില്ല. നീ ഇവിടുന്ന് പോകുമ്പോഴൊന്നല്ലോ പറഞ്ഞത്. ഞാൻ വിചാരിച്ചു സുഖം ഉണ്ടാവുന്ന, പക്ഷെ സുഖലമ്മാ നിങ്ങളെ ഫുഡൊന്നും ഇല്ലല്ലോ അവിടെ, നിക്കാൻ പറ്റുന്നില്ല. ഇത്രയും പൈസ കൊടുത്ത് പഠിപ്പിച്ചത് ഇങ്ങനെ പറയാനാണോ? നാട്ടില് നീ നോക്കാ, ഇവിടെ നല്ലത്. ഇവിടെ നോക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ നിന്നെ അങ്ങോട്ട് പറഞ്ഞത്? എന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ അവിടെ നോക്കാന്നോ, ഇവിടെ നോക്കാന്നോ? നീ എന്തൊക്കെ പറയണത്? പറയാനോ ചൂടാണ്, നിക്കാൻ പറ്റില്ല, ഫുഡും ശരിയാവില്ല. ഒരു കാര്യം ചെയ്തെന്ന് എപ്പോഴും മോർച്ചറിൽ പോയിരുന്നു, അവിടെ ഫുൾ തണുപ്പല്ലേ. തമാശ പറയല്ലേ ഇത്. എന്ത് നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോ ബുദ്ധിമുട്ടറിയാനിട്ടാ, പുറത്ത് പോയി നോക്കണം. എടി അതിലും വലിയ ചൂടത്താടി നിന്റെ അച്ഛൻ പോയിട്ട് അയാളെക്കാളും വലിപ്പമുള്ള മരടുത്തിട്ട് ഇരുന്നുണ്ടാക്കണത്. എന്നിട്ടാണ് നിന്നെ തിന്നാൻ തരുന്നതും പഠിപ്പിക്കുന്നതും. നിനക്ക് വല്ല അറിയോ? എത്ര കഷ്ടപ്പെട്ട നിന്നെ ഇവിടെ അങ്ങോട്ട് പറഞ്ഞത്? അവിടെ അങ്ങോട്ട് കെട്ടി പട്ടി കിടക്കുന്നത് പോരാനെ പറഞ്ഞത്. ഓ ഇങ്ങനെ ആവുമ്പോ എന്റെ മോള് എവിടെ നിക്കില്ല, എവിടെ നിക്കില്ല എന്റെ മോള്. ഇതല്ലേ അവസ്ഥ. അതിനിപ്പോ അവനെ കുറ്റം പറയണ്ട. അപ്പൊ അറിയാം അമ്മ എടുത്തിട്ടൊന്നും ആർക്ക് വേണ്ടിട്ടാണെന്നുള്ളത് അല്ലേ? എടി നീ ആ ഫോണം കൊടുത്തേ. നീ നിന്റെ അച്ഛനും എനിക്കും എത്ര പ്രാവശ്യം വിളിച്ചു? എത്ര പ്രാവശ്യം വിളിച്ചു? വിളിക്കല്ലോ. ഞാൻ നിന്നെ വിളിക്കണേ എന്നാ അവനെയോ? അതിപ്പോ ഞാൻ എന്താ വെറുതെ നാട്ടിലെ വിശേഷമൊക്കെ അറിയാൻ 24 മണിക്കൂറും 24 മണിക്കൂറൊന്നും പോയിക്കും. നീ ഇപ്പൊ എന്തിനാ പറഞ്ഞു പോണത്? പറ്റൂല. എന്ത് കൊണ്ട്? ചൂടാണ്, സുഖില്ല, പണിയെടുക്കണം. ഇവിടുന്ന് പോയത് വീട്ടിലെ കഷ്ടപ്പാട് മാറ്റാ, അച്ഛന്റെ ബുദ്ധിമുട്ടുകളും ശരിയാക്ക, ഇതൊക്കെ പണ്ടല്ലേ ഇവിടുന്ന് പോയത്. പിന്നെ ഇത്രയും ഇനിയിപ്പൊ എത്ര പൈസ അച്ഛനക്ക് ഇപ്പൊ ചെലവ്? വിചാരിക്കുന്ന പോലെ അല്ലായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എന്താ മോളെ ഈ പറയണത്? 5-6 ലക്ഷം രൂപ ചെലവാക്കി പഠിപ്പിച്ച് ഇപ്പതാ ഇങ്ങനെ ഇത്രയും ലക്ഷം രൂപ ചെലവാക്കി നിന്നെ പറഞ്ഞാൽ തിരിച്ചു വരുമ്പോ ഞാൻ കണ്ട ദുബായ് അതല്ലമ്മ. നിസ്സാര ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ പോരണ്ടെന്നുള്ളത്. പിന്നെ നീ എന്റെ വാക്ക് ധിക്കരിച്ച് എന്തിനാ ശ്രദ്ധിക്കേ? പിന്നെ നീ എന്റെ വാക്ക് ധിക്കരിച്ച് എന്തിനാ പോണത്? നിക്കാൻ പറ്റണ്ടേ? ഇവിടുത്തെ ജോലി പിന്നെ എളുപ്പം, അച്ഛന്റെ ജോലി വരെ എളുപ്പാ. നമുക്ക് അറിയിട്ടാ. അതെ, അച്ഛന്റെ ജോലി വരെ എളുപ്പം അല്ലെ? അവിടെയൊക്കെ ഭാഷ കണ്ണിക്കണ്ടവന്മാരുടെ എങ്ങനെ നിക്കാനാണ്, ഭയങ്കര നമ്മളൊക്കെ പുച്ഛാണ്. ഇന്ത്യക്കാരെ ഒന്നാണോ? എത്ര നിസ്സാരായിട്ടാ നീ ഇതൊക്കെ പറയുന്നത്? മോളെ എന്താ എത്ര കഷ്ടപ്പെട്ട ഓരോ ദിവസം മുന്നോട്ട് നിൽക്കുന്ന നിനക്കറിയോ? നമുക്ക് ആരെങ്കിലും ഉണ്ടോ? വീട്ടുകാരുണ്ടോ? നാട്ടുകാരുണ്ടോ? പണ്ട് നിന്റെ അച്ഛന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങളുടെ 2 വീട്ടുകാരെ ഞങ്ങൾ ഉപേക്ഷിച്ചു. ആകെയുള്ളത് നീയാ. നീയല്ല അങ്ങനെ സഹായിക്കേണ്ടത്. നീ എന്തെങ്കിലും കണ്ണിച്ചോറിലൊക്കെ സംസാരിക്കുന്നത്? പക്ഷെ അവിടെ ബുദ്ധിമുട്ടാ. നിങ്ങൾ അത് മനസ്സിലാക്കുന്നത് കൊറേ സമയം ഇത് ബുദ്ധിമുട്ട് 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 3 നേരം ഇവിടുന്ന് തിന്നാൻ ഒരു ബുദ്ധിമുട്ടില്ല. എന്നെ കൂടെ പറയിക്കാൻ നിൽക്കണ്ടട്ടാ. ഇവിടെ വരുമ്പോ 3 നേരം നിനക്ക് ഇങ്ങനെ ഒറ്റ പടപടിച്ചിട്ടുണ്ടല്ലോ. അവളെ ഒരു ബുദ്ധിമുട്ട്. കയ്യിലെ ചോദിക്കുമ്പോ ചിക്കുമ്പോ കാശ് എന്നിട്ടുള്ള നകളിപ്പാണ്. കയ്യിലേ പറയുമ്പോ നിനക്ക് കാശ് എടുത്തു തരാൻ അങ്ങനെ അവിടെ നയിച്ചുണ്ടാക്കണോണ്ടാ നിനക്ക് ഇത്ര നകളിപ്പ്. അല്ലെങ്കിൽ നിനക്ക് എത്ര നകളിപ്പ് ഉണ്ടാവില്ല. എടി എത്ര പെൺകുട്ടികളുണ്ടടി ഇതേപോലെ കിട്ടിയ ജോലിക്ക് പോയിട്ട് കുടുംബം നോക്കുന്ന പെണ്ണുങ്ങള്? എത്ര പെൺകുട്ടികളുണ്ടടി? പറയുമ്പോ മാല വാച്ച് ബോള അവിടെ ബാഗ് പെട്ടി അവളൊരു നിസാരം. മര്യാദക്ക് അച്ഛൻ എടുക്കടി, ഫോൺ എടുക്കടി, ഓട്ടോളാക്കടി. എത്ര കോൾ നീ അവൻ ചെയ്തിട്ടുണ്ടെന്ന് പറയടി. 4 നീ നിന്റെ അച്ഛനും അമ്മയ്ക്ക് എത്ര കോൾ ചെയ്തിട്ടുണ്ടടി? അച്ഛനെ വിളിച്ചായിരുന്നു, അമ്മയ്ക്ക് സർപ്രൈസ് ആക്കി. ഓ അമ്മയ്ക്ക് സർപ്രൈസ് ഉണ്ടാക്കിയതാണല്ലേ? മര്യാദക്ക് ഈ ചക്കരയുള്ള ബന്ധം അവസാനിപ്പിച്ചോ? നീ ഇപ്പൊ എന്തിനാ തിരിച്ചു പോണത്? അങ്ങോട്ട് പറയുമ്പോ തിരിച്ചു പോണോ? നീ ഇപ്പൊ എന്തിനാ തിരിച്ചു പോകുന്നത് എന്റെ ചോദ്യം. നീ എന്താ വിചാരിച്ച്? നീ ഇങ്ങനെ 100 പറയുമ്പോ 100, 1000 പറയുമ്പോ 1000. നിനക്ക് അങ്ങോട്ട് പോകാൻ ഫീസ് വേണം, ഇങ്ങോട്ട് വരാൻ ഫീസ് വേണം, അതിന് ബസ് കൂലി വേണം, ആ ഡ്രസ്സ് വേണം, ഇത് വേണം, കോപ്പ് വേണം, മറിച്ചത് വേണം, എല്ലാം വേണം നിനക്ക്. ഇതൊക്കെ ഞങ്ങൾ തന്നെ എണ്ണി തരുന്നതേ ഞങ്ങൾ ചോര നിരക്കുണ്ടാക്കി കാശ് വിറ്റാ. എന്നിട്ട് ഒരു കാര്യം നല്ലൊരു കാര്യത്തിന് പോയി അവിടെ നിക്കാൻ പറ്റാതെ അവള് മോന്തക്ക് തരിഞ്ഞാ. അവളൊരു ധാർഷ്ട്യം. പണിക്ക് പോകുമ്പോ സത്യം പോവാ.
കാര്യമായിട്ട് പോവാം. നീ എന്ത് പഠിക്കാൻ പോകും? നീ എന്ത് പഠിക്ക് പോകും? നാട്ടിൽ നോക്കാം. എന്ത് നോക്കും? നേഴ്സായിട്ട് നാട്ടിൽ പോവാ. എന്തെങ്ങട്ട്? അമ്മ വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. കുടുംബക്കാരിലാണ്ട് നിങ്ങൾ ഒളിച്ചോടി പോന്നിട്ടല്ലേ? പിന്നെ പറയണ എന്തിനാ? എന്താടി നീ പറഞ്ഞത്? കുടുംബക്കാരില്ലാതെ ഞങ്ങൾ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ടാണ്. ശരി, സമ്മതിച്ചു. എന്ന് വരെ നിന്റെ ഏതെങ്കിലും കാര്യത്തിന് ഇവിടെ മുടക്കം വന്നിട്ടുണ്ടോ? നിനക്ക് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുത്തൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി പഠിപ്പിച്ചില്ലേ? നിനക്ക് ഇഷ്ടമുള്ളപ്പോ ഈ കോന്തനുണ്ടല്ലോ, അവനെ കല്യാണം കഴിക്കാൻ ഞങ്ങൾ സമ്മതിച്ചില്ലേ? പിന്നെ നീ ഇനി എന്നാ മോളെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിനക്കിപ്പോ ഞങ്ങളെക്കാളും വലുതല്ലേ അവൻ. അച്ഛൻ അന്വേഷിച്ച് നോക്കിയപ്പോ ഇവൻ എത്ര മോശപ്പെട്ട ക്യാരക്ടർ ആണെന്നുള്ളത് മനസ്സിലായതല്ലേ? അതൊക്കെ നാട്ടുകാര് വെറുതെ പറയണതാ. അച്ഛൻ കണ്ടതോ? അത് വെറുതെ ആണോ? അവൻ പറഞ്ഞല്ലോ അങ്ങനൊന്നല്ല. ഇത്രയും കാലം നോക്കിണ്ടാക്കിയ അച്ഛനും അമ്മയും പറയുന്നതല്ല നിനക്ക് വേദവാക്യം, അവൻ പറയുന്നത് നിനക്ക് വേദവാക്യം അല്ലേ? അച്ഛനോട് പറഞ്ഞമ്മ. ഇന്ന് ഞങ്ങളുടെ മകനെ അങ്ങനെ നന്നാവാന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഇട്ട് കൊടുക്കണോ? നീ ഒന്ന് പറഞ്ഞു തരുമോ? നീ എന്താ വിചാരിച്ചിരിക്കണേ? നീ ഈ സിനിമയിലും സീരിയലിലും അല്ലെങ്കിൽ മറ്റുള്ളതിലും കാണുന്ന പോലെ എല്ലാ ജീവിതം നീ എന്താ അത് മനസ്സിലാക്കാത്തത്? അതൊക്കെ 2-2.5 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ ആ ഒരു എത്ര ടൈമാണോ, അത് കഴിഞ്ഞാൽ അവരവരുടെ ലൈഫിലേക്ക് മാറിപ്പോവും. അവർക്കും ഉണ്ട് കുട്ടികളും കുടുംബവും അങ്ങനെയുള്ള പല കാര്യങ്ങളും. ആരും ഇത് തലയിലേക്ക് നടക്കണമെന്നില്ല. നീ ആ കഥയിലുള്ള നായികയിലും ഒന്ന് പിടിവിടോ, എന്നിട്ടൊന്ന് ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമോ? ഞാൻ എന്താണ് പറയുന്നത്? അമ്മയുടെ മോള് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. ഈവൻ അച്ഛൻ്റെ മുമ്പിൽ നിന്നാണ് കഞ്ചാവ് വലിക്കുന്നത് കണ്ടത്. അച്ഛൻ ചോദ്യം ചെയ്തപ്പോ അച്ഛന്റെ നേരക്ക് ഇവൻ കൈ ഓങ്ങ പോലും ചെയ്തു. മോളോട് ഇത്രയും കാലമായിട്ട് അച്ഛനത് പറഞ്ഞോ? ഇല്ലല്ലോ. അച്ഛന്റെ നേരെ ഇവൻ കൈ ഓങ്ങി, എന്നിട്ട് പോലും മോളുടെ ഇഷ്ടത്തിന് അച്ഛൻ എതിരെ നിൽക്കുന്നില്ല. അച്ഛൻ ആകെ പോയിട്ട് അന്വേഷിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിന്റെ അച്ഛന്റെ അടുത്തേക്ക് ഇവൻ കൈ ഓങ്ങിയാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ടും നീ അവനെ സ്നേഹിക്കുന്നു ഞങ്ങളെക്കാളേറെ. അച്ഛനും നേരെ കയ്യോ അങ്ങനെ അവൻ അങ്ങനൊക്കെ ചെയ്തോ? അവൻ അങ്ങനൊക്കെ ചെയ്തു. അമ്മയ്ക്ക് എന്താ വെറുതെ പറയേണ്ട ആവശ്യം? എന്റെ പൊന്നുമോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ എന്തായാലും നീ ജോലി വിട്ടിറങ്ങി വന്നു. ഇനി കിട്ടുന്ന ജോലി വെച്ചിട്ടെങ്കിൽ ഞങ്ങൾക്ക് നീ ഒന്നും തരണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും നീ നേരത്തെ ഞങ്ങളെ പരിഹസിച്ചില്ലേ? ഞങ്ങളെ വീട്ടുകാരായിട്ട് ഞങ്ങൾ ഇറങ്ങി പോണതാണ്. ശരി, അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ വീട്ടുകാരായിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് തന്നെയാണ് എന്ന് കരുതി ഞങ്ങളുടെ മോളെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മോളെ ഞങ്ങൾ ഇത്രയും കാലം പൊന്നു പോലെ നോക്കില്ലേ? ഇനി ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ഞങ്ങളുടെ മോളെ ഇട്ട് കൊടുക്കും. പറ, എന്റെ പൊന്നു പറ, നമ്മൾ ഇട്ട് കൊടുക്കാം. അച്ഛനെ നേരെ കയ്യോ എനിക്ക് വേണം. മോള് നല്ലോണം ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. അവനോട് ചോദിച്ചു നോക്കാം ചെയ്തിട്ടുണ്ടോ. അല്ലാതെ അമ്മയുടെ വാക്കുകൊണ്ടല്ല, അച്ഛനോട് ചോദിക്കുക. ഇനിയൊന്നും ചോദിക്കണ്ട, ഇവിടെ നിൽക്കാം. അമ്മയുടെ മോൾക്ക് ഇനി പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാം. എന്നിട്ട് നമ്മുടെ നാട്ടിൽ ശരി മതി, നാട്ടിലാണ് ജോലി ചെയ്ത് നീ അത് ചെയ്യും കേട്ടോ. ചായ തരാം.